നമുക്ക് ഓർക്കാഡ് സ്പേസ് ഉപയോഗിച്ച് ഓപ്പാമ്പ് ഐസിയുടെ എക്സ്പെരിമെൻറ്റ് സിമുലേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഡിസൈൻ സൂട്ട് എടുക്കുകയാണ്. ഡിസൈൻ എൻട്രി CIS എടുക്കാം. ഇനി നമുക്കൊരു ന്യൂ പ്രോജക്റ്റ് എടുത്ത് അതിനൊരു പേര് കൊടുക്കാം. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഒരു പേര് ഞാൻ കൊടുത്തു. അതിൽ നമ്മൾ ചെയ്യേണ്ടത് അനലോഗ് ആൻഡ് മിക്സഡ് AD എന്നുള്ളതാണ്. ഡിഫോൾട്ട് അത് ഹൈലൈറ്റ് ആണ്, അതാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണം ഏത് ലൊക്കേഷനിലാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നമ്മളിതുപോലെ പോവുക, ഏത് ഡ്രൈവാണെന്ന് സെലക്ട് ചെയ്യുക, അതിൽ ഏത് ഫോൾഡറാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫോൾഡർ സെലക്ട് ചെയ്താൽ മതി. പേര് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ വീണ്ടും ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്ക് ഒരു പേജ് വരും. അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്കിതുപോലൊരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓരോ കമ്പോണൻറ്റ് പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഓർക്കാഡിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഒരു RC ഇൻ്റഗ്രേറ്ററിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കമ്പോണൻറ്റ് പ്ലേസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ പ്ലേസ് പാർട്ട് എടുത്തു. അതിൽ നമുക്ക് വേണ്ടത് ഓപ്പാമ്പാണ്. അപ്പോൾ ഓപ്പാമ്പ് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാം. ഓപ്പാമ്പിൻ്റെ ഓപ്പാമ്പ് എന്നടിക്കുക. അതിൽ അനലോഗ് ഓപ്പാമ്പ് എടുക്കുക. ഈ ഓപ്പാമ്പ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഈ ഓപ്പാമ്പ് എടുക്കുക. അപ്പം നമ്മൾ സൈൻ ഫോർ 1 എന്നൊന്നും അടിക്കേണ്ട, എല്ലാം സൈൻ ഫോർ 1 അടിക്കേണ്ട കാര്യമില്ല. ഓപ്പാമ്പ് എന്നെടുത്തിട്ട് അനലോഗ് എന്നുള്ളത് ഇതിൽ വരും. അപ്പോൾ അത് നമ്മൾ എടുക്കുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓപ്പാമ്പ് വന്നു. അത് പ്ലേസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കുറച്ച് സൂം ചെയ്ത് വെക്കാം. സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റെസിസ്റ്റൻസ് എടുക്കാം. റെസിസ്റ്റൻസിന് 6 എടുക്കാം. 6 എടുക്കുമ്പം ഇവിടെ ഡിസ്ക്രീറ്റാണ് വരുന്നതെങ്കിൽ എടുക്കരുത്. നമുക്ക് വേണ്ടത് അനലോഗാണ് വർക്ക് ചെയ്യേണ്ടത്. ചിലർക്ക് അനലോഗ് അടിക്കുമ്പം അനലോഗ് വരില്ല. അനലോഗ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ലൈബ്രറി പോയി, ഇതാണ് ആഡ് ലൈബ്രറി പോയി ഒന്നുകൂടെ നമ്മൾ അനലോഗ് ഒന്നുകൂടെ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതെടുക്കാനായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെയുണ്ട്. അനലോഗിങ് എടുക്കുക, എന്നിട്ട് ഇവിടെ ഓപ്പൺ കൊടുത്താൽ ഇവിടെ അനലോഗ് വരും. ഇപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അതുപോലെ ചിലർക്ക് നമ്മൾ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡയോഡ് കാണത്തില്ല. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഡയോഡുണ്ട്. ഇൻ കേസ് ഡയോഡ് ഇല്ലെങ്കിൽ അതുപോലെ വീണ്ടും നമ്മൾ ലൈബ്രറി പോയിട്ട് ഡയോഡ് ഒന്നുകൂടെ എടുത്ത് വെക്കുക. ഈ 2 കാര്യം ഞാൻ പറയുന്നത് ചിലർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടുക്കുമ്പോൾ ഡിസ്ക്രീറ്റാണ് വരുന്നത്, അതുപോലെ ഡയോഡ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2 കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഡയോഡ് ഇതുണ്ടോ, ഡയോഡ് ഇതിലുണ്ട്. ഇത് നമ്മളോട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡയോഡ് വരും. ദെൻ ഡയോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 194007 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇനി നമ്മളിവിടെ എടുക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. ഞാനിപ്പോൾ അനലോഗ് എടുത്തിട്ട് അനലോഗിൽ റെസിസ്റ്റൻസ് 6 എന്നുള്ളത് എടുക്കുകയാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തു. 2 റെസിസ്റ്റൻസ് ഇവിടെ പ്ലേസ് ചെയ്യണേ. 2 റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ വാല്യൂ 2ഉം 1K ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഡിസൈൻ അനുസരിച്ചോ ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്ത് 10K കൊടുക്കുകയാണ്. 10K കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു AC സോഴ്സാണ്. ഇൻപുട്ട് സൈൻ വേവ് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ പ്ലേസ് പാർട്ടിൻ്റെ അകത്ത് സോഴ്സ് എടുത്ത് വോൾട്ടേജ് സോഴ്സിൽ സൈൻ എടുക്കുക. അപ്പോൾ സൈൻ സോഴ്സ് നമ്മൾ ഇൻപുട്ട് സോഴ്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇതിലൊരു ഗ്രൗണ്ട് കൊടുക്കണം. പിന്നെ ഇവിടേക്ക് ഒരു ഗ്രൗണ്ട് കൊടുക്കാം. എൻഡ് മോഡ് കൊടുക്കുക. ഇനി നമുക്ക് വയറെടുത്ത് വയറിങ് കൊടുക്കാം. അപ്പം ഞാൻ ഈ വയറിങ് എല്ലാം ഒന്ന് ചെയ്യട്ടെ.
അപ്പോൾ വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. വാല്യൂസും നമ്മൾ മാറി. ഇനി ഇൻപുട്ട് സോഴ്സിൻ്റെ വോൾട്ട് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കൊടുക്കാം. വി ഓഫ് എന്നുള്ള 0 കൊടുത്താൽ മതി. 0 കൊടുത്തു. വി ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഒരു 1 വോൾട്ട് കൊടുക്കാം. ഫ്രീക്വൻസി 1K കൊടുക്കുക. AC 0 കൊടുത്താലും മതി. 0 കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ PSpiceൽ പോയി ഇതിനൊരു ന്യൂ സിമുലേഷൻ നെയിം കൊടുക്കണം. ഇൻവെർട്ടിംഗ് എന്നുള്ള വേവ് കൊടുത്തു. നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ താഴെ ഒരു പോപ്പ് വരുന്നുണ്ട്. അതെടുത്തിട്ട് നമ്മളിതിൽ ടൈം ഡൊമൈനിലാണ് കാണേണ്ടത്. ജനറൽ സെറ്റിങ്സ് മതി. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 1 kHz ആണ്. അപ്പോൾ 1 kHz എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ 1 മില്ലി സെക്കൻഡാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 5 മില്ലി സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 സൈക്കിൾ കാണാൻ പറ്റും. 2 മില്ലി സെക്കൻഡ് ആണെങ്കിൽ 2 സൈക്കിൾ കാണാൻ പറ്റും. അപ്പോൾ ഞാനൊരു 5 മില്ലി സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് പ്രോബ് വെച്ച് കൊടുക്കണം. നമ്മൾ സിംഗിൾ പ്രോബാണ് എടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ടിലൊരു പ്രോബ് കൊടുക്കുക, ഔട്ട്പുട്ടിൽ ഒരു പ്രോബ് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്തപ്പോൾ നമുക്ക് വേവ് ഫോം വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന 1 വോൾട്ടാണ്. നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് 10 വോൾട്ടാണ്. ഇനി നമുക്കിതിൽ ഇതിൻ്റെ ഈ വേവ് ഫോമിൻ്റെ നമുക്ക് കളറ് മാറുമോ ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് ഈ വേവ് ഫോമിൽ മൗസ് കൊണ്ടുവന്ന് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുത്തതിൻ്റെ ഇതുണ്ട് ട്രേസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ട്രേസ് പ്രോപ്പർട്ടി ഉണ്ട്. ട്രേസ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈഡിലൊരു ഇപ്പോൾ നമുക്കിതിൻ്റെ കളറ് മാറണമെങ്കിൽ വേറൊരു കളറാക്കണമെങ്കിൽ വേറൊരു കളറാക്കാം. യെല്ലോ നമ്മൾ പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ യെല്ലോ കൊടുക്കുമ്പോൾ വൈറ്റിൽ യെല്ലോ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള കളർ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് മാറണമെങ്കിൽ നമുക്ക് വിഡ്ത്തിന് കുറച്ചുകൂടെ കൂടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയൊരു വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതുണ്ടോ ഈ വേവ് ഫോമിൻ്റെ ഷേപ്പ് ഇതായി. ഇനി നമുക്ക് അടുത്തതും കൂടെ മാറ്റി കൊടുക്കണമെങ്കിൽ വീണ്ടും അടുത്തതിൽ ട്രേസ് പ്രോപ്പർട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കളറോ വിഡ്ത്തോ ഒക്കെ മാറണമെങ്കിൽ അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേവ് ഫോം ഇതുണ്ട് നല്ലൊരു രീതിയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് നമ്മൾ കൊടുത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ വന്നു. അതുപോലെ 1 വോൾട്ട് കൊടുത്തപ്പം നമുക്ക് 10 വോൾട്ട് ആംപ്ലിഫിക്കേഷനും വന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ.